എവരിവൺ, സിമ്പിൾ പി സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം വിളയിക്കാം നൂറുമേനി എന്നതാണ്. പാഠത്തിൻ്റെ ആദ്യം തന്നെ നമുക്ക് കാണാം, അവിടെ ഒരു കുട്ടി ചെടി നടുന്നതിൻ്റെ ഫോട്ടോയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിലൊരു കോട്ട്, ആ വലിയ മാവിനെ പോലെ എന്നാണ് എൻ്റെ മാവിലും ധാരാളം മാങ്ങകൾ ഉണ്ടാകുന്നത്. കാത്തിരിക്കൂ, 8-10 വർഷങ്ങൾ കഴിഞ്ഞാൽ നിൻ്റെ മാവും എന്നെപ്പോലെ ധാരാളം മാങ്ങകൾ തരും എന്നാണ് മാവ് അതിന് മറുപടി കൊടുക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലും പരിസരങ്ങളിലുമായി പലതരം മാവുകളില്ലേ? വിത്ത് മുളച്ച് തൈകൾ വളർന്ന് മാങ്ങ ഉണ്ടാകാൻ ഏകദേശം എത്ര കാലം എടുക്കും എന്നൊക്കെയാണ് നമ്മളോട് ചോദിക്കാൻ ഇവിടെ പഠന പ്രവർത്തനങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. ഇനി നമുക്ക് PSC പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കോ, ഒരു ബോക്സ്. കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. അപ്പോൾ കായിക പ്രജനനം എന്ന് പറയുന്നത് അലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. അപ്പോൾ കായിക പ്രജനനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ഈ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്നു. അപ്പം ഇനി ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് വിത്തുകൾ ഉണ്ടാകുന്നത്? ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. പിന്നെ ഈ പടത്തിൽ പറഞ്ഞിരിക്കുന്നത് പല തരത്തിലും നമ്മൾ ചെടികൾ നടുന്നതിനെ പറ്റിയാണ്. അതായത് ബഡ്ഡിങ്, അതുപോലെ തന്നെ കമ്പൊട്ടിക്കൽ, ഗ്രാഫ്റ്റിങ്, അങ്ങനെ പല രീതിയിലുള്ള രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. മുകുളമൊട്ടിക്കൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളമൊട്ടിക്കൽ. അപ്പോൾ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്നു. പിന്നെ അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷനൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്നും നമുക്ക് പഠിക്കണ്ട. പിന്നെയുള്ള ഒരെണ്ണം വർഗസങ്കരണമാണ്. അപ്പോൾ അതെങ്ങനെയാണ്? പിന്നെ കൃത്രിമ പരാഗണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അത് വഴിയൊക്കെ എന്താണ് ഇത്? പ്രത്യുൽപാദനം നടക്കുന്ന വഴിയാണ് പറയുന്നത്. വർഗസങ്കരണം എന്താ? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന ഒരു പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കര ഇനം വിത്തുകൾ. അപ്പോൾ ഒരേ വർഗത്തിൽപ്പെട്ടതും അതുപോലെ തന്നെ വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ 2 ചെടികൾ, അതിൻ്റെ ഗ്രൂപ്പ് സെയിം ആയിരിക്കും, പക്ഷേ ഗുണം എങ്ങനെയായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. അപ്പോൾ ഇതിൽ ഏറ്റവും ഗുണമേന്മയുള്ള വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കും. അതിനെ എന്ത് പറയുന്നു? സങ്കര ഇനം വിത്തുകൾ എന്ന് പറയുന്നു. ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. സസ്യം, സങ്കര ഇനം വിത്തുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10th പ്രിലിംസിന് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നമുക്ക് വരും. മുളക്, ഉജ്ജ്വല, ജ്വാലാമുഖി. അപ്പോൾ മുളകിൻ്റെ സങ്കരയിനം വിത്തുകളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി. ഓർത്തിരിക്കാം അല്ലേ? നല്ല എരിവുള്ള മുളക് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഭയങ്കര ഉജ്ജ്വലമായിരിക്കും. അതുപോലെ തന്നെ ജ്വാലാമുഖി മീൻസ് ജ്വാല എന്ന് വെച്ചാൽ എന്താണ്? തീയുടെ അല്ലേ? അപ്പം നല്ല മുളക് കടിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. അപ്പം നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മുളക്, ഉജ്ജ്വല, ജ്വാലാമുഖി. ഇനി പയറെന്താ? ജ്യോതിക, ഭാഗ്യലക്ഷ്മി. പയറ്, ജ്യോതിക, ഭാഗ്യലക്ഷ്മി സിനിമാ നടികളുടെയൊക്കെ പേര്. നെല്ല്, പവിത്ര, അന്നപൂർണ അല്ലേ? അരി മേടിക്കാൻ പോകുന്ന ആരും കണ്ടിട്ടുണ്ടായിരിക്കും പവിത്ര റൈസിൻ്റെയും അന്നപൂർണയുടെയും ഒക്കെ കിറ്റ്. അപ്പം നെല്ല്, പവിത്ര, അന്നപൂർണ. തെങ്ങ്, ചന്ദ്രലക്ഷിയും ചന്ദ്രശങ്കരയും. നെല്ലിൻ്റെ എന്താ? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. ഇനി അടുത്തത് വെണ്ട, സൽകീർത്തി, കിരൺ. വെണ്ട എങ്ങനെയാ? വെണ്ട നല്ല സൽകീർത്തിയാണ്. കിരണ്, വെണ്ട, സൽകീർത്തി, കിരൺ. ഇതിനൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഒരു കോഡുകൾ നമുക്കൊന്ന് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ എളുപ്പത്തിന്, കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോക്സാണേ. നിങ്ങളിതൊന്ന് നല്ലപോലെ ശ്രദ്ധിക്കണം. ഇനി അടുത്തത് കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കേരള കാർഷിക സർവകലാശാല, മണ്ണൂത്തി, തൃശ്ശൂർ. അപ്പോൾ ക്വസ്റ്റ്യൻ, കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തി. എവിടെയാണ്? ജില്ലയാണ് തൃശ്ശൂർ ജില്ല.
കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രം ഏതാണ്? അത് കേരള കാർഷിക സർവകലാശാല. എവിടെയാണ്? മണ്ണൂത്തി. ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിൽ. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ മണ്ണൂത്തിയിലുള്ളതാണ് മുഖ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അതായത് മുഖ്യ കേന്ദ്രം അവിടെയാണ്. പ്രാദേശിക കേന്ദ്രങ്ങൾ, അതായത് ഓരോ പ്രദേശത്തും അതെവിടെ? വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് ശ്രീകാര്യം, തിരുവനന്തപുരം. ക്വസ്റ്റ്യൻ ചോദിക്കാം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? അത് ശ്രീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങു വർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനവും അവയുടെ ഉൽപ്പാദനവുമാണ് ഇവിടെ നടക്കുന്നത്. നെക്സ്റ്റ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, RRII അല്ലേ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോട്ടയം. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾ സൗജന്യമായും അതുപോലെ തന്നെ സൗജന്യമല്ല, അനുയോജ്യമായ റബ്ബർ വികസിപ്പിക്കുന്നു. അപ്പോൾ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ്? അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ വികസിപ്പിക്കുന്നു. അപ്പോൾ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോട്ടയം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. കാർഷിക സർവകലാശാല മണ്ണൂത്തി, തൃശ്ശൂർ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അതങ്ങ് കാസർഗോഡാണ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ എന്നിവയെക്കുറിച്ച് ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. തെങ്ങ്, കൊക്ക്, കവുങ്ങ് എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഈ പാഠഭാഗത്ത് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നൊരു ബോക്സ് നമുക്ക് തന്നിട്ടുണ്ട്, നോക്കാം. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ്. അപ്പം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കു കിഴക്ക് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്നും കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളായിരുന്നു. മാഗ്സസെ, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ MS സ്വാമിനാഥനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ കറണ്ട് അഫേഴ്സായിട്ട് അദ്ദേഹം മരിച്ചത്, അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ, ഇവയെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ ആകാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടെ ബോക്സിൽ നമുക്ക് ജൈവവളങ്ങൾ രാസവളങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് തന്നിരിക്കുന്നത്, നോക്കാം. ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു, കൂടുതൽ അളവിൽ വേണ്ടി വരും, മണ്ണിന് ദോഷകരമല്ല, ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. എന്നാൽ രാസവളങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു, കുറഞ്ഞ അളവിൽ മതി, അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു, ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാം. അടുത്തത് നോക്കിക്കേ, പിന്നെ ഇവിടെ ജീവാണുവളം എന്ന് തന്നിട്ടുണ്ട്. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണമാണ് സ്യൂഡോമോണസും അതുപോലെ തന്നെ അസോസ്പൈറില്ലവും. കീടനിയന്ത്രണം എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ജൈവ നിയന്ത്രണങ്ങൾ വഴിയുണ്ട്, യാന്ത്രിക നിയന്ത്രണങ്ങൾ വഴി നടത്തുന്നു. കീടനാശിനി, രാസകീടനാശിനി, ജൈവ കീടനാശിനി ഒക്കെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പുകയില കഷായം, ഇതൊക്കെയാണ്. പിന്നെ അടുത്ത ബോക്സിൽ തന്നിരിക്കുന്നത് നിർമ്മിത ബുദ്ധിയും കൃഷിയും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ച് വരുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിൻ്റെ നേട്ടം. പിന്നെ ഈ പാഠത്തിൽ ഇത് വളരെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമല്ല, പക്ഷെ നമുക്കിത് കണ്ടു പോകണമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഇനി നമുക്ക്
അടുത്ത പാഠം ആസിഡും ബേസുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ക്ലാസ് ചെയ്തതാണ്. അപ്പം ഇവിടെ അതുപോലെ തന്നെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നമുക്കൊന്ന് പഠിക്കാം. പട്ടുനൂൽ പുഴു വളർത്തൽ എന്താണ് അറിയപ്പെടുന്നത്? സെറികൾച്ചർ. പട്ടുനൂൽ പുഴു വളർത്തൽ അറിയപ്പെടുന്നത് സെറികൾച്ചർ എന്നാണ്. അതുപോലെ തന്നെ പുഷ്പകൃഷി, അതായത് പൂക്കളുടെ കൃഷി അറിയപ്പെടുന്നതാണ് ഫ്ലോറികൾച്ചർ. ഫ്ലവറുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം, ഫ്ലോറികൾച്ചർ. തേനീച്ച വളർത്തൽ എപ്പികൾച്ചർ. മുയൽ വളർത്തൽ ക്യൂണികൾച്ചർ. കൂൺ കൃഷി മഷ്റൂം കൾച്ചർ. കോഴിക്കൃഷി പൗൾട്രി ഫാമിംഗ്. കന്നുകാലി വളർത്തൽ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്. മത്സ്യകൃഷി പിസിക്കൾച്ചർ. അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ ഇതിനെ നമുക്ക് പറയാം. നമുക്കൊന്നും കൂടി നോക്കാം. പട്ടുനൂൽ പുഴു വളർത്തൽ സെറികൾച്ചർ. പട്ടുനൂൽ പുഴു വളർത്തൽ അറിയപ്പെടുന്നത് സെറികൾച്ചർ. ഇനി പുഷ്പകൃഷി, അതായത് പൂക്കളുടെ കൃഷി, അതെന്താണ്? ഫ്ലോറികൾച്ചർ. പൂക്കളുടെ കൃഷി ഫ്ലോറികൾച്ചർ. തേനീച്ച വളർത്തൽ എങ്ങനെ അറിയപ്പെടുന്നത്? എപ്പികൾച്ചർ. തേനീച്ച വളർത്തൽ അറിയപ്പെടുന്നത് എപ്പികൾച്ചർ. അതുപോലെ തന്നെ മുയൽ വളർത്തൽ എങ്ങനെ അറിയപ്പെടുന്നു? ക്യൂണികൾച്ചർ. മുയൽ വളർത്തൽ അറിയപ്പെടുന്നത് ക്യൂണികൾച്ചർ. ഇനി മഷ്റൂം കൃഷി എങ്ങനെ അറിയപ്പെടുന്നു? അത് മഷ്റൂം കൾച്ചർ. കൂൺ കൃഷി അറിയപ്പെടുന്നത് മഷ്റൂം കൾച്ചർ എന്നാണ്. പൗൾട്രി ഫാമിംഗ് എന്നറിയപ്പെടുന്നത് കോഴി വളർത്തൽ, അല്ലേ? കോഴി കൃഷി എന്ന് തന്നെ പറയുന്നു. കന്നുകാലി വളർത്തൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അത് ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്നാണ്. കന്നുകാലി വളർത്തൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അത് ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്നാണ്. അതുപോലെ തന്നെ മത്സ്യകൃഷി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മത്സ്യകൃഷി അറിയപ്പെടുന്നത് പിസികൾച്ചർ എന്നാണ്. മത്സ്യകൃഷി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മത്സ്യകൃഷി അറിയപ്പെടുന്നത് പിസികൾച്ചർ എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് പരീക്ഷയ്ക്ക് വീണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുയൽ വളർത്തലിന് എന്താണ് പറയുന്നത്? മുയൽ വളർത്തലിന് ക്യൂണികൾച്ചർ. അതുപോലെ തന്നെ തേനീച്ച വളർത്തൽ എപ്പികൾച്ചർ. പട്ടുനൂൽ പുഴുവിൻ്റെ ഉൽപാദനം അറിയപ്പെടുന്നത് സെറികൾച്ചർ എന്നാണ്. പട്ടുനൂൽ പുഴുവിൻ്റെ ഉൽപാദനം അറിയപ്പെടുന്നത് എന്താണ്? സെറികൾച്ചർ എന്നാണ്. അപ്പോൾ ഈ ബോക്സ് നമ്മൾ പഠിക്കണം. ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ബോക്സാണ്. ഇതിൽ നിന്നും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ.